നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മെമ്മറി യൂണിറ്റ് അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നെറ്റ്വർക്കിനെ പറ്റിയിട്ടാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റി. അപ്പോൾ എന്താണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഡേറ്റാസ് അല്ലെങ്കിൽ റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മളൊരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു റൂമിൽ ഒരു 10 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 10 കമ്പ്യൂട്ടേഴ്സിലുള്ള ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വയേഴ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടോ ഒക്കെ ഈ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഡേറ്റാസ് അല്ലെങ്കിൽ റിസോഴ്സസ് ഒക്കെ പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്കും ഇൻ്റർനെറ്റും രണ്ടാണ്. ഇപ്പം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്, അതായത് ഒന്നിലധികം നെറ്റ്വർക്കുകളുടെ കളക്ഷനാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റൂമിലുള്ള ഒരു 10 കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് അതിന് നെറ്റ്വർക്ക് എന്ന് പറയാം. മറ്റൊരു റൂമിൽ എന്തുണ്ട്? 10 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അത് മറ്റൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർ കണക്റ്റഡ് കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ടേംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോട്ട്സ്, നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. എന്ത്? നോട്ട്സ് എന്ന് പറയുന്നത്. എന്താണ് നോട്ട്സ് എന്ന് പറയുന്നത്? നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിനെയൊക്കെയാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ കമ്പ്യൂട്ടർ തന്നെ ആകണമെന്നില്ല. നെറ്റ്വർക്കുമായിട്ട് നമുക്ക് പല ഡിവൈസസ് കണക്ട് ചെയ്യാം. അപ്പോൾ പ്രിൻ്റർ കണക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെർവർ, റൂട്ടർ, ഇതെല്ലാം നമ്മൾ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള എല്ലാ ഡിവൈസസിനെയും നമ്മൾ എന്താണ് പറയുന്നത്? നോഡ്സ് എന്നാണ് പറയുന്നത്. ഓരോന്നും ഓരോ നോഡാണ്. നോഡ്സ് ആർ ഡിവൈസസ് ദാറ്റ് ആർ കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസിനെയാണ് എന്ത് പറയുന്നത്? നോഡ്സ് എന്ന് പറയുന്നത്. നോട്ട്സിൽ എന്തൊക്കെ വരാം? കമ്പ്യൂട്ടേഴ്സ് വരാം, സെർവർ വരാം, പ്രിൻ്റർ വരാം, റൂട്ടർ വരാം. ഇതെല്ലാം ഓരോ നോട്ട്സ് ആണ്. ഇനി അടുത്ത് നോക്കാം, പ്രോട്ടോകോൾ. എന്താണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ നെറ്റ്വർക്ക്, എന്താ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഡേറ്റാസ് അല്ലെങ്കിൽ റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡേറ്റാസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ട ചില സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് ഒരു നെറ്റ്വർക്കിലൂടെ എങ്ങനെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അതായത് പ്രോട്ടോകോൾസ് ഇസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺ ഹൗ ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് വഴി ഏത് രീതിയിൽ എങ്ങനെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുള്ള സെറ്റ് ഓഫ് റൂൾസിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ പല രീതിയിലുള്ള പ്രോട്ടോകോൾസ് നമ്മൾ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ നമ്മൾ പല പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പല പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും TCP/IP, HTTP, FTP, SMTP ഒക്കെ. എന്താണ്? പല രീതിയിലുള്ള പ്രോട്ടോകോൾസ് ആണ്. TCP എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇത് പ്രോട്ടോകോൾസിന് എക്സാമ്പിളാണ്. ഇതിൻ്റെ ഫുൾ ഫോംസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോട്ടോകോൾസും ഫുൾ ഫോമും എല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, നെറ്റ്വർക്കിൽ ഡേറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് എന്ത് പറയുന്നത്? പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടൈം നോക്കാം,
IP അഡ്രസ്. എന്താണ് IP അഡ്രസ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടേഴ്സിനെയും അല്ലെങ്കിൽ ഡിവൈസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഇതിനെ യുണീക്കായിട്ട് ഓരോന്നിനെയും ഓരോ ഡിവൈസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു യുണീക്ക് നമ്പറിനെ ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യുണീക്ക് ന്യൂമറിക്കൽ ഐഡൻറ്റിഫയർ ദാറ്റ് ഈസ് അസൈൻഡ് ടു എവറി ഡിവൈസ് ഓൺ എ നെറ്റ്വർക്കിലെ ഓരോ ഡിവൈസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണീക്ക് നമ്പറാണ് ഇത് IP അഡ്രസ് എന്ന് പറയുന്നത്. ഈ അടുത്ത് നോക്കിയേ, DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം. ഇതും ഫുൾ ഫോം ചോദിക്കാറുണ്ട് എക്സാമിന്. DNSൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. എന്താണ് ഡൊമൈൻ നെയിം സിസ്റ്റം? അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു. ഇപ്പം www.google.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അഡ്രസ്സാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയും. അപ്പം നമുക്കറിയാവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലുള്ള അതിൻ്റെ IP അഡ്രസ്സ് ആക്കി അതിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഡൊമൈൻ നെയിം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ DNS എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു പ്രോട്ടോക്കോളാണ്. DNS എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രോട്ടോക്കോളാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് ഹ്യൂമൻ റീഡബിൾ ഡൊമെയിൻ നെയിം, അതായത് നമുക്ക് ഹ്യൂമൻസിന് റീഡബിൾ ആയിട്ടുള്ള ഡൊമെയിൻ നെയിംസിനെ എന്ത് ചെയ്യുന്നു, അതിനെ IP അഡ്രസ് ആക്കി മാറ്റുന്നു. എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അതിനെ എങ്ങോട്ട്, IP അഡ്രസ്സാക്കി അതിനെ കൺവേർട്ട് ചെയ്യുന്നു. എന്തിനാ, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലുള്ള IP അഡ്രസ്സാക്കി കൺവേർട്ട് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഡൊമൈൻ നെയിം സിസ്റ്റം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ DNS യൂസ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഡൊമൈൻ നെയിംസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള IP അഡ്രസ്സാക്കി കൺവേർട്ട് ചെയ്യാനാണ് DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം, ഫയർവാൾ. ഫയർവാൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഫയർവാൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫയർവാൾ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ നെറ്റ്വർക്കിനെ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയർവാൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് നെറ്റ്വർക്ക് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് അതർ സെക്യൂരിറ്റി ത്രെഡ്സ്. മറ്റുള്ള സെക്യൂരിറ്റി ത്രെഡ്സോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയർവാൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ച ടേംസ് ഏതൊക്കെയാണ്, നെറ്റ്വർക്ക് എന്താണെന്ന് പറഞ്ഞു, ഇൻ്റർനെറ്റ് എന്താണെന്ന് പറഞ്ഞു, നോഡ്സ് എന്താണെന്ന് പറഞ്ഞു, പ്രോട്ടോക്കോൾ എന്താണ്, പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. നോഡ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിലുള്ള ഓരോ ഡിവൈസസിനെയും നമ്മൾ എന്ത് പറയാം, നോഡ്സ് എന്ന് പറയാം. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിലെ ഓരോ ഡിവൈസസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് IP അഡ്രസ്സ്. ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഇത് ഡൊമൈൻ നെയിം സിസ്റ്റം. പിന്നെ നമ്മൾ പറഞ്ഞു ഫയർവാൾ. ഫയർവാൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അൺഓതറൈസ്ഡ് ആയിട്ട് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഫയർവാൾസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് നോക്കാം. മെയിനായിട്ട് 3 ടൈപ്പ് നെറ്റ്വർക്കാണ് ഉള്ളത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ LAN, രണ്ടാമത്തത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ MAN, മൂന്നാമത്തത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ WAN. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് LAN അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഫുൾ ഫോം എക്സാമിന് ചോദിക്കും, LAN അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് നെറ്റ്വർക്ക് യൂസ്ഡ് ഇൻസൈഡ് ആൻഡ് ഒഫീഷ്യൽ ബിൽഡിംഗ് ഓർ ക്ലാസ് റൂം. നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ ഒരു 10 കമ്പ്യൂട്ടേഴ്സോ 15 കമ്പ്യൂട്ടേഴ്സോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ, ഓഫീസ് ബിൽഡിങ്ങിൽ ഒരു 15 20 കമ്പ്യൂട്ടേഴ്സോ ഉണ്ട്. ഇവയെ പരസ്പരം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് LAN അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം.
അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താ, ഈതർനെറ്റ് കേബിൾസ് അല്ലെങ്കിൽ വൈഫൈ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ലാൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മാൻ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു സിറ്റിയിലുള്ള കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക്, അതിനെയാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേബിൾ TV കണക്ഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് മാൻ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പാണ് വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയാസിലൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ഉള്ള നെറ്റ്വർക്കാണ് ഇതെന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വാൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേൾഡ് വൈഡ് ആയിട്ട് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്ത് ഡേറ്റാസ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ വാൻ ഇൻ്റർ കണക്ട് കൺട്രീസ്, പല രാജ്യങ്ങളെയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യാം, വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ബിഗ്ഗസ്റ്റ് വാൻ എന്നറിയപ്പെടുന്നത് ഏതാണ്, ഇൻ്റർനെറ്റ്. നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കിനെയാണ് എന്ത് പറയുന്നത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാൻ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വാനാണ് ഏത്, ഇൻ്റർനെറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നാലാമത്തെ നോക്കിയേ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ. പാൻ എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതിൽ തന്നെ ഉണ്ട് ഒരു പേഴ്സൻ്റെ അദ്ദേഹത്തിൻ്റെ വർക്ക് സ്പേസിൽ എന്താ കുറച്ച് ഡിവൈസ് ഉണ്ട്, ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്. ആ ഇലക്ട്രോണിക് ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, പാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. അതായത് നെറ്റ്വർക്ക് ഫോർ ഇന്റർകണക്റ്റിംഗ് ഇലക്ട്രോണിക് ഡിവൈസസ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺ വർക്ക് സ്പേസ്. ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ അദ്ദേഹത്തിൻ്റെ വർക്ക് സ്പേസിൽ കുറച്ച് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്, അതിനെയെല്ലാം പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം, നമുക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്ന് പറയാം. ഇനി അടുത്ത് നോക്കി, ഈതർനെറ്റ്. എന്താണ് ഈതർനെറ്റ്? ഈതർനെറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ഡിവൈസസ് ഇൻ ലാൻ. ലാൻ നമ്മൾ പറഞ്ഞു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അപ്പോൾ നമ്മൾ എന്താ കണക്ഷൻസ് വയറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലുള്ള ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാനിലുള്ള ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഈതർനെറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ, നമ്മൾ ഈതർനെറ്റ് കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്താ വയേർഡ് കണക്ഷൻസ് ആയിരിക്കും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ലാനിനകത്ത് യൂസ് ചെയ്യുന്നത്. ഡേറ്റ ട്രാവൽ ബിറ്റ്വീൻ വയേഴ്സ് ആൻഡ് പ്രോട്ടോകോൾ എനേബിൾ ദ ഡിവൈസസ് ടു ടാഗ് ഈച്ച് അതർ. ഇപ്പോൾ ഡേറ്റ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, വയേഴ്സ് വഴിയാണ് ഡേറ്റാസ് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രോട്ടോകോൾസും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കണക്ഷൻ പല രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, ഈതർനെറ്റ് കണക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വയർലെസ് കണക്ഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യുന്ന ഏതാണ്, വൈഫൈ ആണ്. വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡിലിറ്റി. ഇത് സ്പെല്ലിംഗ് ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ഫുൾ ഫോം ഓർത്തിരിക്കുക. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട് വൈഫൈയുടെ ഫുൾ ഫോം. വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡിലിറ്റി. ഇത് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റേഡിയോ വേവ്സ് ആണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വൈഫൈയിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, റേഡിയോ വേവ്സ് ആണ് വയർലെസ് ഫിഡിലിറ്റി അല്ലെങ്കിൽ വൈഫൈയിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു ടെക്നോളജി ഏതാണ്, ബ്ലൂടൂത്ത് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂടൂത്തും എന്താണ്, ഒരു വയർലെസ് ടെക്നോളജിയാണ്, പക്ഷേ എന്താണ് ഷോർട്ട് റേഞ്ചിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഇത് ഡേറ്റ ഷെയർ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഷോർട്ട് റേഞ്ച് വയർലെസ് ടെക്നോളജി യൂസ്ഡ് ടു കണക്ട് ആൻഡ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ബിറ്റ്വീൻ മൊബൈൽ, ലാപ്ടോപ്പ് എക്സെട്ര. അപ്പോൾ മൊബൈൽസിലോ ലാപ്ടോപ്പിലോ ഒക്കെ ഡേറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള വയർലെസ് ടെക്നോളജിയാണ് ഇത് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബ്ലൂടൂത്ത് കണക്ഷനിൽ യൂസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആണ് ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ്. അപ്പോൾ മെയിനായിട്ടും ഇതിൽ യൂസ് ചെയ്യുന്ന കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, ഇഥർനെറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈഫൈ യൂസ് ചെയ്യാം,
ബ്ലൂടൂത്ത് കണക്ഷൻ യൂസ് ചെയ്യാം. ഈതർനെറ്റിൽ നമ്മൾ എന്താണ് കേബിൾസ് അല്ലെങ്കിൽ വയേഴ്സ് ആൻഡ് പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈഫൈയിൽ യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് ആണ്. ബ്ലൂടൂത്തിലും അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് മെയിനായിട്ട് 3 ടൈപ്പാണ്. ഏതൊക്കെയാണ്? ലാൻ, മാൻ, വാൻ. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. പിന്നെ 4മതൊരെണ്ണം ഉണ്ട്, എന്താണ്? പാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു പേഴ്സൻ്റെ വർക്ക് സ്പേസിൽ, ഇൻഡിവിജ്വൽ വർക്ക് സ്പേസിലാണ് ഉള്ള ഡിവൈസസിനെ കണക്ട് ചെയ്യാനാണ് പാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇൻ്റർനെറ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക. താങ്ക്